ചിലരിങ്ങനെ മണ്ടത്തരത്തിൽ ചെന്ന് പെടുന്ന വ്യക്തികളുണ്ട്. എവിടെ ചെന്നാലും മണ്ടത്തരം. ഒരിക്കലൊരു ഞങ്ങളുടെ റെക്ടറേച്ചൻ പറഞ്ഞു ഒരു 550 രൂപ മണി ഓർഡർ ചെയ്യാനായിട്ട് ഒരു ബ്രദറിൻ്റെ കൊടുത്തു വിട്ടു. പുള്ളി അത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാനല്ലേ, അത് പോസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ട് ചിഞ്ഞു പോകുന്നു. ഇങ്ങനെ മണ്ടത്തരത്തിൽ ചെന്ന് പെടുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് ഒത്തിരി മണ്ടത്തരം. അപ്പോൾ ഈ മണ്ടത്തരം എന്നാൽ പിന്നെ അത് മണ്ടത്തരത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായി കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. വല്ലപ്പോഴും ഒരേ മണ്ടത്തരമൊക്കെ ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള തലമുണ്ടെങ്കിൽ മണ്ടത്തരത്തിൻ്റെ ബലഹീനതയിൽ നിന്ന് മോചനം നേടണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാനൊന്ന് മണ്ടനെന്ന് വിളിക്കപ്പെടാതിരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആലോചിച്ച് ആരോടെങ്കിലും ചോദിച്ച് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പെടും. ചിലർ വണ്ടി ഓടിച്ചങ്ങ് പോവും. വഴിയൊന്നും കൃത്യം അറിയാൻ പാടില്ലെങ്കിൽ തന്നെ ചോദിക്കൂല. അതിപ്പോൾ അടുത്ത എന്നെ കണ്ടോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങി അടിച്ച് തിരിച്ചു വരുന്ന പാർട്ടീസുണ്ട്. ഒരുത്തനിങ്ങനെ ഓടിച്ച് അങ്ങോട്ട് പോയി. സ്ഥാപനം കാണണമെന്ന് വിചാരിച്ച് കണ്ടില്ല. ചെന്ന് എന്നെ ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നു. ഇങ്ങനെയുള്ള മണ്ടത്തരത്തിൽ ചെന്ന് പെടുന്ന വ്യക്തികളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മണ്ടത്തരത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.